ഇവിടെ നഷ്ടണ്ട്. ഇവിടെ നട്ടം, ആരോഗ്യം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടാനുള്ളതല്ലേ? സമ്പത്ത് നഷ്ടപ്പെടുമെന്ന് നഷ്ടപ്പെടാനുള്ളതല്ലേ? നഷ്ടപ്പെടുമല്ലോ. പണം നഷ്ടപ്പെടുമല്ലോ, ആരോഗ്യം നഷ്ടപ്പെടുമല്ലോ, ഭാര്യ നഷ്ടപ്പെടുമല്ലോ. ഭാര്യയും ഭർത്താവും കൂടി സന്തോഷിച്ച് കിടക്കുമ്പോൾ പോലും അവൾ അവനോട് പറയാ, മരണം വരെ ഇക്ക ഞങ്ങളൊപ്പം ഉണ്ടാവും പറയാ. വലിയ ഇത് കേട്ടോട് അന്തം വിട്ടിട്ട് ബേജാറായി. പഠിച്ചോനെ, എനിക്ക് ഇവളല്ലാതെ വേറൊന്നും ഇല്ലാന്ന് വെച്ചു. ഇവള് നല്ലൊരു വർത്താനം പറഞ്ഞ് മരണം വരെ ഞങ്ങളൊപ്പം ഉണ്ടാവുന്ന അവള് പറഞ്ഞിട്ടുള്ളൂ. മരണം കഴിഞ്ഞാണ്ടാവില്ല. മരണം വരെ സത്യത്തിൽ നമുക്ക് ഇവിടെ ആവശ്യമില്ല. മരണം വരെ നമുക്ക് UDF ഉണ്ടാവും, അല്ലെങ്കിൽ LDF ഉണ്ടാവും. നമ്മളെ കയ്യിൽ ഒരു വിരലുണ്ടായാൽ മതി. ഇടക്കിടക്ക് ഇവിടെ ഇന്ത്യ രാജ്യത്ത് വോട്ടുണ്ടാവും. ഏതെങ്കിലും ഒരാൾക്ക് കൊട്ടി കൊടുക്കാൻ ഈ 10ൽ ഏതെങ്കിലും ഒരു വിരൽ ബാക്കിയാകുന്ന കാലത്തോളം ഇന്ത്യയിൽ കുടുങ്ങൂല. ഇത് ഇന്ത്യ രാജ്യമാണ്. ഈ 10 വിരൽ നഷ്ടപ്പെട്ടാലേ ഇന്ത്യയിൽ ബേജാറുണ്ടാവുള്ളൂ. എന്തുകൊണ്ട്? പിന്നെ വോട്ട് ചെയ്യാൻ കഴിയില്ല. വോട്ട് ചെയ്യുന്ന കാലത്തോളം നമ്മളെ വോട്ട് ആളുകൾക്ക് ആവശ്യം ഉണ്ടാവും. അപ്പൊ അവർ നമ്മളെ സംരക്ഷിക്കും. മരിച്ചിട്ടാണ് ആവശ്യം. അവിടെ UDF ഉണ്ടാവില്ല, അവിടെ LDF ഉണ്ടാവില്ല. ഇവളും പറഞ്ഞത് എത്രയേ ഉള്ളൂ, ഇക്കാക്ക മരണം വരെ ഞങ്ങളെ കൂടെ ഉണ്ടാവും. അങ്ങനെയാ. നീ ഇവൻ അങ്ങോട്ട് പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാ. പെണ്ണെ ഈ ബേജാറാവണ്ട, മരണം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. മരണം വരെ ഒരാളുടെ ആവശ്യമില്ല, മരിച്ചിട്ടാണ് ആവശ്യം. അത് ആരും ഉണ്ടാവില്ല. അവിടെ റബ്ബേ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. എന്ന മരണം തന്നെ, എന്ന മരണം തന്നെ. അതാനുൽ മർഉ ഹീന തുഫുലു യഅതി വതഖീറു സ്വലാത്തി ഇലൽ മമാതി ദലീലുൻ അന്ന മഹയാഹു യസിറു കമാ ബൈനൽ അദാനി ഇല സ്വലാത്തി. ജനിക്കുമ്പോൾ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കും, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കും. നിസ്കരിക്കില്ല എപ്പോഴാ? മരിക്കുമ്പോൾ. മരിച്ചാൽ വേഗം കുളിപ്പിക്കും. എന്നിട്ട് കൊണ്ടുപോയിട്ട് വേഗം 3 കഷ്ണം തുണിയും കെട്ടിയിട്ട് കൊണ്ടുപോയി മുന്നിൽ വെച്ചിട്ട് ഒരാൾ മുന്നിൽ നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയും. അതിന് മുമ്പ് എന്തില്ല? ബാങ്കില്ല, ഇഖാമത്തില്ല. എന്തിനുണ്ടെന്ന് വിളിച്ചു പറയില്ലേ? പെരുന്നാൾ സ്കാത്തിന് വേണ്ട അസ്സലാത്തു ജാമിയ, അസ്സലാത്തു ജാമിയ, അസ്സലാത്തു ജാമിയ എന്ന് വിളിച്ചു പറയും. ഇത് മയ്യത്ത് സ്കാരത്തിന് ഒരു വിളിച്ചു പറയാനുമില്ല, ഒന്നുമില്ല. മുന്നിലുള്ള ആളുകൾ പറയും, ഹൗളങ്കാരിയിൽ എല്ലാവരും ഒതുവെടുത്ത് കഴിഞ്ഞാൽ പറയണേ, അത്ര തന്നെ, ഒന്നും പറയില്ല. എന്തേ 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 എന്തേ? ജനിച്ചപ്പോൾ തന്നെ അഡ്വാൻസ് ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് നീ എപ്പോഴും മയ്യത്ത് സ്കാരം തയ്യാറാ? ജീവിതം നമ്മളെ മയ്യത്ത് നിസ്കരിക്കാനുള്ള ബാങ്കും ഇഖാമത്തും നേരത്തെ ഇവിടെ കൊടുത്തു കഴിഞ്ഞ് നീ എപ്പോഴും മരിക്കും. എന്ത് നഷ്ടം! നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് വിചാരിക്കാത്തൊരു ജനതക്ക് അള്ളാന്റെ പൊരുത്തം ഉണ്ടാവില്ല. ഭാര്യ പിടിച്ച് നടക്കുകയാണെന്ന് മാപ്പിളാർക്ക് ഈ നിലക്ക് മുന്നോട്ടും കഴിയില്ല. ഒരു കാര്യമില്ല. മാപ്പിളാര് ഈ നിലക്ക് മുന്നോട്ട് പോയാൽ മാപ്പിള സമൂഹം തകർന്ന് തരിപ്പണമാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് ചിന്തിക്കണം. ഞാനിത് ആയഞ്ചേരിയിൽ നിങ്ങളെ ഈ എന്താ പറയാ, നിങ്ങളെ മഹല്ലിലെ പറയുന്നുള്ളെങ്കിലും ഇത് എല്ലാ മുസ്ലിമീങ്ങൾക്കുള്ളൊരു മെസ്സേജാണ്. ഇത് ചിന്തിക്കണം. നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അള്ളാഹ് നഷ്ടപ്പെട്ടാല നഷ്ടം. അള്ളാന്റെ പൊരുത്തം. നഷ്ടപ്പെടണം അള്ളാന്റെ പൊരുത്തം. അള്ളാഹു കാക്കട്ടെ. വേറെ എന്ത് നഷ്ടം ചങ്ങാതിമാരെ? എന്ത് നഷ്ടം? എന്ത് നഷ്ടം? ഇത് നഷ്ടല്ലേ? നഷ്ടപ്പെടാനല്ലേ? നിങ്ങളെല്ലാവരും അവിടെ കെട്ടിപ്പിടിച്ചിന്നെ റഹ്മത്തുള്ള ഖാസിമിയാണോ ഹോ ഹോ എന്ന് പറഞ്ഞ എല്ലാവരും ഞങ്ങളുടെ ഏറ്റിപ്പിടിച്ച് അങ്ങനെ തന്നെ അള്ളാഹ് നമ്മളെ റഹ്മത്തുള്ള ഖാസിമിയാണ്, വലിയ ആളാണ്, വലിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാവരും കെട്ടിപ്പിടിച്ച്. ഇത്ര കാലം കെട്ടിപ്പിടിക്കടോ ഈ? ആ കെട്ടിപ്പിടിച്ച അതേ കൈ കൊണ്ടിടോ ഇന്റെ തലയിൽ കൂടെ മണ്ണ് വരിടൂലേ? മിൻഹാ ഖലഖനാകും പറ വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും. കാര്യമുണ്ട്. ഫഇന്നാ ഫിറാഖി ഫാത്തിമ ബൈന അഹ്മദി ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. നിമിഷ കവി പറഞ്ഞതാണ്. ഇമാമുൽ അലി ഇബ്നു അബി ത്വാലിബ് അവർ പറഞ്ഞതാ. നിമിഷ കവി പാടിയതാ. അത് വർത്താന ഫാത്തിമ ബീവിയുടെ മൺകൂന കണ്ടപ്പോഴാണ് പറഞ്ഞത്. ആ മണ്ണിനടിയിൽ കിടക്കുന്നത് എന്റെ ജീവിതത്തിന്റെ കരളിന്റെ കരളാണ്. എന്ത് കരളാണ്? അലിയാര കരളാണ്, മുത്തുനബിയുടെ കരളാണ് ആ മണ്ണിനടിയിൽ കിടക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഫാത്തിമ. എന്താണ് വിചാരിച്ച്? ആരാണ് ഫാത്തിമ? പക്ഷെ ആ ഫാത്തിമ ബീവിയെയും മണ്ണ് വിഴുങ്ങി. ദുനിയാവ് ശാശ്വതമാണെങ്കിൽ ഫാത്തിമ ബീവിക്കല്ലേ ശാശ്വതമാക്കേണ്ടത്? നിങ്ങൾക്കറിയോ ഫാത്തിമ ബീവിയുടെ സ്ഥാനം? സിറാത്ത് പാലത്തിന്റെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല
കൂടാനെ മനുഷ്യ ജന്തതികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നതാണ്. എല്ലാ മനുഷ്യരെയും സിറാത്ത് പാലത്തിന്റെ അവിടെ ഒരുമിച്ചു. അപ്പോൾ അതാ വിളിച്ചു പറയുന്നവരാൾ വിളിച്ചു പറയും, മനുഷ്യന്മാരെ ഒന്ന് തല തൂക്കി നിൽക്കുവീൻ, മനുഷ്യന്മാരെ ഒന്ന് കണ്ണ് താഴ്ത്തി നിൽക്കുവീൻ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായ പെൺകുട്ടി വരുന്നുണ്ട്. ഫാത്തിമ ബീവിക്ക് സിറാത്ത് കടന്നു പോകണം. ഇലൽ ജന്ന. ഫാത്തിമ ബീവി സിറാത്ത് കടന്നു പോകാൻ വരുന്നുണ്ട്. ഫാത്തിമ ബീവി കടക്കാതെ ഒരാൾ കടക്കുകയില്ല. ഫനാദാ മുനാദിൻ. എല്ലാവരും സിറാത്ത് പാലത്തിന്റെ അടുത്ത് ഒരുമിച്ച് കൂടുന്ന നേരത്ത് അതാ വിളിയാളം വരുന്ന. തല തൂക്കിട്ട് നിൽക്കുവീൻ, എല്ലാരും കണ്ണ് പൂട്ടി പിടിച്ചു നിൽക്കുവീൻ. ഇതാ ഫാത്തിമ വരാനായി, ലോകത്തിന്റെ അഴകായ കനി വരാനായി. ഹത്താ തമുറ അല സിറാത്ത് ഇലൽ ജന്ന. ഫാത്തിമ ബീവി സ്വർഗത്തിൽ കിടക്കാതെ ഒരാളെയും സിറാത്ത് പാലം ചവിട്ടാൻ പോലും അല്ലാഹ് സമ്മതിക്കുകയില്ല. അള്ളാന്റെ പൊരുത്തത്തിന്റെ ഖനിയാണ് ഫാത്തിമ. അതുകൊണ്ട് ഫാത്തിമ സിറാത്ത് പാലം കടക്കട്ടെ എന്ന് കോടാനക്കോടി മനുഷ്യരോട് വിളിച്ചു പറയുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഫാത്തിമ ബീവിയും മണ്ണ് പിടിച്ചു വിങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ നഷ്ടമില്ല. ഇവിടെ IS ആണ് വൽപ്പത്തരം, IPS ആണ് വൽപ്പത്തരം എന്ന് വിചാരിച്ചവന് മാപ്പിള എന്ന് പറയും, മുസ്ലിം എന്ന് പറയില്ല. ഏതായാലും നമുക്ക് രണ്ടാമത്തെ ഒരു പേരിട്ടിയ നന്നായി. അൽഹംദുലില്ലാ. ഖുർആനിൽ മാപ്പിള എന്ന് പറയാത്തതുകൊണ്ട് അള്ളാന്റെ കലാമിന് വലിയ ആട്ടൊന്നും വരില്ല. മാപ്പിളക്കല്ലേ പ്രശ്നമുള്ളൂ. ഖുർആനിൽ മാപ്പിള എന്നില്ലല്ലോ. അൽഹംദുലില്ലാ. നമുക്കൊരു പുതിയ പേരും കൂടി ഉണ്ട്, മാപ്പിള. മാപ്പിള എന്നുള്ള പേരുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഖുർആനിൽ മാപ്പിള എന്ന് പറയാത്ത കാലത്തോളം ഖുർആനിൽ വലിയ ആട്ടൊന്നുമില്ല. മാപ്പിളക്കലാട്ടം. മാപ്പിള ഈ പോക്ക് പോയാൽ എല്ലാവരുടെയും അടിമയാവും. ഒരു ജനതക്ക് ആ ജനതയുടെ അടിത്തറ മനസ്സിലാകണം. എന്താണ് അടിത്തറ? ഇതിങ്ങനെ വിശ്വസിക്കുന്ന ഒരു ജനതയും ലോകത്തില്ലെന്ന്. ജൂതന്മാരില്ല, ക്രിസ്ത്യാനികളില്ല. അവർക്ക് ഈ ലോകത്തെ കാഴ്ചപ്പാട് അതിനപ്പുറം ഒന്നുമില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ലോകത്തെ ജീവിതത്തിന് വിലയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അത് ഉമ്മത്ത് മുഹമ്മദാണ്. ഒന്ന് ഓർക്കപ്പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അവർക്കും ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത്? അത് മനസ്സിലായ ഒരു ജനതക്ക് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബസീനിയയിലേക്ക് ഹിജ്റ പോയി. 70 ആൾ കൂടെ. അപ്പോൾ അവിടെ വന്നിട്ട് ചില മക്കക്കാർ പ്രശ്നം ഉണ്ടാക്കി. അബസീനൻ രാജാവായ നജാഷിയോട് വന്നിട്ട് മക്കക്കാർ പറഞ്ഞ്, എന്തിനാണ് നിങ്ങൾ ഇവർക്ക് ഈ അഭയം കൊടുക്കുന്നത്? നിങ്ങളെ ഈസാ നബിയെ പറ്റി അവര് ദൈവപുത്രനല്ല എന്ന് പറയുന്ന ആളുകളാ. പിന്നെ അവര് രാജാവിന്റെ മുന്നിൽ തല കുനിക്കൂല. അബസീനിയയിലെ നിയമമായിരുന്നു, രാജാവിന്റെ മുന്നിൽ തല കുനിച്ചിട്ടേ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. അവരാരും മുന്നിൽ തല കുനിക്കൂല. രാജാവിന്റെ അടുത്തേക്ക് അവരെന്ന് വിളിച്ചോക്ക്, അവർ തല കുനിക്കൂല. രാജാവിന്റെ അടുത്തേക്ക് തല കുനിക്കാതെ പ്രവേശിക്കുന്നവരെയും ഈസയെ പറ്റി ദൈവപുത്രനെ അല്ലാന്ന് വിശ്വസിക്കുന്നയും ആളുകളാ നിങ്ങൾ ശത്രുക്കളല്ലേ, അവർക്ക് നിങ്ങൾ എന്തിനാ അഭയം കൊടുക്കണേ എന്ന് നജാഷിയോടും കൂടെയുള്ള പാത്രിയാർക്കീസ്മാരോടും പറഞ്ഞു. അപ്പോൾ പാത്രിയാർക്കീസ്മാർ ബഹളം വെച്ചു. ഇതിന് തീരുമാനം ഇപ്പോൾ ഉണ്ടാക്കണം രാജാവേ. പാത്രിയാർക്കീസ്മാരായ പുരോഹിതന്മാർ രാജാവിന്റെ അപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ രാജാവ് ആ 70 ആളെയും അഭയം കൊടുത്ത 70 ആളുകളും തിരിച്ചു വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ തിരിച്ചു വിളിച്ചപ്പോൾ ജഅഫർ ബിൻ അബീ ത്വാലിബ് ജഅഫർ ബിൻ അബീ ത്വാലിബ് മുത്ത് മുഹമ്മദ് മുസ്തഫാന്റെ കരളിന്റെ കനിയാണ് ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് വളർത്തിയ മോനാണ് റളിയല്ലാഹു അൻഹുമാ. അവരെ ബാപ്പയാണ് അബൂ ത്വാലിബ്, അവരെ ഉമ്മയാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. മുസ്തഫ റസൂലുള്ളാഹിന്റെ വളർത്തുമ്മ. ആ വളർത്തുമ്മ പോറ്റിയ കുട്ടിയാണ് ആര്? അബൂ ത്വാലിബിന്റെ മകനായ ആര്? ജഅഫറാണ് ഇവിടെ നേതാവ് റളിയല്ലാഹു അൻഹു. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു, രാജാവ് എന്ത് ചോദിച്ചാലും നിങ്ങൾ മിണ്ടരുത്, ഞാൻ മറുപടി അറിയും. കൊല്ലാണെങ്കിൽ കൊല്ലും, നമുക്കത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ജീവിക്കാൻ വന്നവരല്ലല്ലോ, നമുക്ക് പ്രശ്നമില്ല. നമ്മൾ അബ്സീനിയയിലേക്ക് റസൂലുള്ളാഹി ഹിജ്റ പറഞ്ഞയച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇട്ടിട്ട് നജാഷി കൊല്ലാണോ? കൊന്നോട്ടെ, നിങ്ങൾ മിണ്ടരുത്, മറുപടി ഞാൻ പറയുന്നതാണ്. തിരിച്ചു വിളിച്ചതുകൊണ്ട് എന്തോ ഒരു പന്തികടി ഇല്ലാതെ തിരിച്ചു വിളിക്കൂല എന്ന് ജാഫറിന് മനസ്സിലായതുകൊണ്ട് ജാഫർ ചെറിയൊരു പ്രസംഗം നടത്തി. നിങ്ങൾ മിണ്ടരുത്, ഞാൻ മറുപടി പറയുന്നതാണ്. അങ്ങനെ രാജകൊട്ടാരത്തിലേക്ക് വിട്ടു. ദർബാറിലേക്ക് ഇവർ തല ഉയർത്തി പിടിച്ചിട്ട് ആൺകുട്ടികളെ പോലെ 70 ആളുകളും ജാഫറും നടന്നു വീണു റളിയല്ലാഹു അൻഹും. അപ്പോഴത്തിന് പാത്രിയാർക്കീസുമാർ ഇപ്പുറത്ത് നിന്നിട്ട് ബഹളം വെക്കാൻ തുടങ്ങി. രാജാവേ പറഞ്ഞത് ശരിയാണ്. അവർ രാജകൊട്ടാരത്തിൽ വന്നിട്ട് അപമര്യാദയായി പെരുമാറി, അവർ തല താഴ്ത്തിയിട്ടില്ല എന്നാണ്.
അപ്പൊ രാജാവിന് വിഷമായി. എന്തുകൊണ്ട്? നജ്ജാശി ആളോവർ നജ്ജാശി ഒരു നല്ല മനുഷ്യനാണ്, ഒരു പദമുള്ള മനുഷ്യനാണ്. പക്ഷെ ഇവര് ചൂടാക്കിയപ്പോൾ രാജാവിനെ വരെ ബഹുമാനിക്കൂല എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തന്നെയല്ലേ. അപ്പോൾ നജ്ജാശി ഇവരങ്ങോട്ട് വിളിച്ച് നജ്ജാശി ദർബാറിൽ നിർത്തി, ഞാൻ നിങ്ങളോട് അത്യാവശ്യമായി 2 ചോദ്യം ചോദിക്കാണ്ട് അതിനെ വിളിച്ചാണ് എന്റെ രാജാവിനെ. അപ്പോൾ പറഞ്ഞു മാ തഖൂലൂന ഫീ ഈസ ഇബ്നു മറിയം, നിങ്ങൾ ഈസ ഇബ്നു മറിയമിനെ പറ്റി നിങ്ങൾ അഭിപ്രായം എന്താണ്? എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഹുവ അബ്ദുല്ലാഹ് വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ വൽ ബതൂൽ ലൈസ വറാഅഹാ ഹബ്ബത ഖർദലിൻ. ഞങ്ങളെ വിശ്വാസം ഈസ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ മകനല്ല. അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ പ്രത്യേകമായ വചനമാണ്. കന്യകയായ മറിയമിന്റെ വയറ്റിലേക്ക് അള്ളാഹു നിക്ഷേപിച്ച അള്ളാന്റെ പ്രത്യേക വചനമാണ് ഈസ. അണുമണി തൂക്കം പോലും അതിനപ്പുറം ഈസ ഒന്നുമല്ല. ഈസ അള്ളാന്റെ അടിമയാണ് എന്ന് ഞങ്ങൾ വിശ്വാസം. അപ്പോൾ പിന്നെ രാജാവ് ചോദിച്ചു അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ പോലും രാജനീതി പാലിച്ചില്ലല്ലോ, നിങ്ങൾ തല താഴ്ത്തിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു രാജാവേ, നിങ്ങൾക്ക് ഞങ്ങളെ ചിരിപ്പിക്കാം, പറഞ്ഞേക്കാം, ശിക്ഷിക്കാം, പക്ഷേ ഞങ്ങൾ തല താഴ്ത്തൂല. ഞങ്ങളുടെ തല ഞങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിലല്ലാതെ ഒരാളെ മുന്നിലും താഴ്ത്തൂല. വലിയ കുൻഫിഹി മായക്കുൻ, എന്നിട്ട് നടക്കണോട്ടെ, ഞങ്ങൾക്ക് ഈ പ്രശ്നമില്ല, ഞങ്ങൾക്ക് തല പോയാലും ബേജാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നജ്ജാശി മുന്നിലുള്ള മേശപ്പുറത്ത് ഒരു 3 അടിയം കൊണ്ട് അടിച്ചിട്ട്, ത്വാവിലയുടെ മുകളിൽ ആ അടിയം കൊണ്ട് അടിച്ചിട്ട് സിംഹാസനത്തിൽ നിന്ന് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു റഅയ്തുൽ റിജാൽ, ആൺകുട്ടികളെ എപ്പോഴാണ് കണ്ടത്? നിങ്ങൾ പോയി ഇവിടെ തന്നെ പുറത്തോട്, ഒരു പ്രശ്നമല്ല. ഞാൻ കുറച്ച് ആൺകുട്ടികളെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഇപ്പോഴും ആൺകുട്ടികളെ കാണാൻ കഴിഞ്ഞല്ലോ. ഇവരൊന്നും ആണുങ്ങളല്ല, അതുകൊണ്ടാണ് ഇവർ എനിക്ക് ഇങ്ങനെ തല തൂക്കിട്ട് നിൽക്കുന്നത്. ഇപ്പോഴെങ്കിലും എനിക്കൊരു ആൺകുട്ടിയെ കാണാൻ കഴിഞ്ഞല്ലോ എന്ന്. പിന്നെ ഈസ തന്നെയാ, ഈസ അതിൻ്റെ അപ്പുറത്തൊന്നുമല്ല, നിങ്ങൾക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു നജ്ജാശി രാജാവ്. നിങ്ങൾ ചിന്തിക്കണം, ബഹുമാനപ്പെട്ട ജാഫർ ബിൻ അബീ ത്വാലിബ് ഇത് ചരിത്രം മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അവിടെ ഒപ്പിക്കണ പരിപാടിയില്ല. ചിന്തിക്കും, നഷ്ടപ്പെട്ടാലോ എന്ത് നഷ്ടം? ഇത് നഷ്ടപ്പെടാനല്ലേ, ഇത് നഷ്ടപ്പെടാനല്ലേ ദുനിയാവ്. ചിന്തിക്കേ, ഇപ്പോൾ കോഴിക്കോട്ട് ഒരാൾ പുതിയതായി കലക്ടറായി വന്നിട്ടുണ്ടല്ലോ. എന്നാൽ കോഴിക്കോട് എന്ന നാടുണ്ടായിട്ട് ആദ്യത്തെ കലക്ടർ ഇയാളല്ലല്ലോ. എത്ര ആൾ ഇവിടെ കലക്ടറായിട്ടുണ്ട്? ഹിച്ച്കോക്ക് എന്നൊരാൾ കലക്ടറായിരുന്നു. എവിടേക്ക് അവരൊക്കെ ഇപ്പൊ എവിടെ പോയി? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ IAS. അതിന് കിട്ടുന്ന മഹാലാഭമാണ് കലക്ടർ ആവുക. എന്നിട്ട് ഏതെങ്കിലും കലക്ടർ ഇവിടെ ഉപ്പിലിട്ട് പതിച്ചിട്ടുണ്ടാ? സമയമാകുമ്പോ ഒക്കെ കഴിഞ്ഞ് മുമ്മിനെ ചിന്തിക്കണം. 1984 വെടിയേറ്റ് ഇന്ദിരാഗാന്ധി മരിച്ചത്. ഞാൻ ഡൽഹിയിൽ പോയിട്ട് പല വട്ടവും ഡൽഹി സന്ദർശിക്കുമ്പോഴൊക്കെ സ്വാഭാവികമായും ആ ഏരിയയിലൊക്കെ പോകുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഭവനത്തിൽ പോകാറുണ്ട്. അതിലൊരു ഇബ്രത്തുണ്ട് എന്നതുകൊണ്ട്. അത് ഞാൻ വേറൊന്നും താല്പര്യമല്ല, അതിന് മനുഷ്യനെ പഠിക്കാനുണ്ട് അതിലൊക്കെ. ഇന്ദിരാഗാന്ധി അവസാനമായി വെടിയേറ്റ് മരിച്ച് ഇന്ദിരാഗാന്ധിയുടെ ഒരു തരം എന്താ പറയാ, ഒരു മെറൂൺ അല്ല ബിസ്ക്കറ്റും അല്ലാത്തൊരു കളറിലുള്ള ഒരു സാരിയാണ് അന്ന് ഇന്ദിരാഗാന്ധി ഉടുത്തിട്ടുള്ളത്. അത് ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമയുടെ മുകളിൽ ഇതിങ്ങനെ പിൻ ചെയ്ത് കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കാണാം. നമ്മളെ ഈ എന്താ പറയാ, ഈ ടെക്സ്റ്റൈൽസിന്റെ മുന്നിലൊക്കെ പെണ്ണുങ്ങളെ സാരി ഉടുത്തിച്ച് നിർത്താൻ എന്നതുപോലെ ഇന്ദിരാഗാന്ധിയുടെ അവസാനം അണിഞ്ഞ സാരി ഒരു പ്രതിമക്ക് മുകളിൽ ഇങ്ങനെ കൃത്യമായി വെച്ച് ഉടുത്തിങ്ങനെ ഇന്ദിരാഗാന്ധിയെ പോലത്തെ ഒരു പ്രതിമ അതിങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൽ വെടി കിട്ടിയ ഭാഗങ്ങളെല്ലാം പെൻസിൽ കൊണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 984 കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 984 കഴിഞ്ഞാൽ 16ഉം 18ഉം എത്രയായി? പറയ്. 16ഉം 18ഉം എത്രയായി? 34 കൊല്ലായി അല്ലേ? 30 അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ? 34 കൊല്ലായി. 34 കൊല്ലമായി. 34 കൊല്ലായി. സാരിക്കൊന്നും പറ്റില്ല. ഇന്ദിരാഗാന്ധി ഇല്ല, ഇങ്ങോട്ട് വരൂല്ല.
കഴിഞ്ഞു കഴിഞ്ഞു. ചലത്തെ ചലത്തെ. الدنيا أقل من القليل وعاشقها أذل من الذليل. ഇത് മനസ്സിലാകാത്തവർക്ക് നിസ്കാരിച്ചിട്ട് നിസ്കാരം കൊണ്ട് വലിയ കാര്യമൊന്നും കിട്ടാനില്ല. പിന്നെ കാഴ്ചപ്പാടുണ്ടാവൂല. നിസ്കരിക്കുന്നതിന് കൂലി എന്നാണ് ഞാനല്ല, എനിക്കതിനെ പറ്റി അറിയില്ല. പക്ഷേ അതോടെ നന്നാക്കൂല. മുസല്ലീൻ. പല ആളുകളും കാഴ്ചപ്പാട് നന്നാക്കാത്തത് കൊണ്ട് നിസ്കാരം കൊണ്ട് നരകത്തിലെത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. ചിന്തിക്ക്. ഈ ഇന്ദിരാഗാന്ധിക്ക് ഒരു വലിയച്ഛൻ ഉണ്ടായിരുന്നു, നെഹ്റുവിന്റെയും അച്ഛൻ മോത്തിലാൽ. കാശ്മീരിലെ മോത്തിലാലിന്റെ ഗാർഡൻ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഒന്ന് നശിപ്പിച്ചു. എന്തിന്? മോത്തിലാൽ സ്വാതന്ത്ര്യ സമരത്തിന് കൂടെ നിന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ദേഷ്യം വന്നു. അങ്ങനെ വൈസ്രോയി പട്ടാളത്തെ അയച്ചു. പട്ടാളം മോത്തിലാലിന്റെ ബംഗ്ലാവിൽ കയറി കണ്ണു കണ്ടൊക്കെ നശിപ്പിച്ചു. കൂട്ടത്തില് മോത്തിലാലിന്റെ ബംഗ്ലാവിലുള്ള അതിമനോഹരമായ ഗാർഡൻ നശിപ്പിച്ചു. അക്കാലത്ത് ലക്ഷക്കണക്കിന് വിലയുള്ളതാണ് മോത്തിലാലിന്റെ ഗാർഡൻ നശിപ്പിച്ചു. ഇപ്പൊ മോത്തിലാല് ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങുമെന്നാണ് വിചാരിച്ചത്. മോത്തിലാൽ അന്ന് എന്ത് ചെയ്ത്? കാശ്മീരിലെ ബ്രിട്ടീഷ് ഗവർണറെ വിരുന്നിന് വിളിച്ചു വൈകുന്നേരം. അങ്ങനെ ഗവർണര് വിരുന്നിന് വന്നു മോത്തിലാലിന്റെ വീട്ടിലേക്ക്. മോത്തിലാൽ എന്തേത്? മോത്തിലാല് കാശ്മീരികൾക്ക് പൊതുവെ ഈ നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് അവര് നെരിപ്പോടുകൾ ഉണ്ടാക്കിയിട്ട് നെരിപ്പോടുകളിൽ വിറകും കൊള്ളി ഇട്ടിട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും സ്വറക്കും. ഇത് പൊതുവെ ബ്രിട്ടീഷുകാര്, അതേപോലെ തന്നെ സൈബീരിയക്കാര്, തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെയുള്ള ധനാഢ്യന്മാരുടെ ഒരു വലിയ പദവിയാണ്. അവര് നെരിപ്പോട് കത്തിച്ചിട്ട് ചിലപ്പോൾ അതിൽ പിന്നെ കൽക്കരി ഇടും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വിറകിടും. എന്നിട്ട് ഇങ്ങനെ കത്തിക്കും. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഹുക്ക വിളിച്ചിട്ട് വർത്തമാനം പറയാന്നുള്ളത് വലിയ വലിയ ബംഗ്ലാവ്, വലിയ വലിയ പ്രഭുക്കളുടെ ഒരു തമാശയുമാണ്, അതവരുടെ ആഠ്യത്വവുമാണ്. അങ്ങനെ നെരിപ്പോട് ബ്രിട്ടീഷ് ഗവർണർ വന്നു സംസാരിക്കാൻ. മോത്തിലാലും വന്ന് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ മോത്തിലാല് ഇങ്ങനെ കൈകൊണ്ട് നെടിച്ചു, ഇങ്ങനെ നൊടിച്ചു. ഭൃത്യന്മാർ നെരിപ്പോട് കൊണ്ടുവന്നിട്ട് കത്തിച്ചു. എന്നിട്ട് വിറക് കൊണ്ടുവരാൻ പോയി. വിറകല്ല കൊണ്ടുവന്നത്, ഒരു അലമാര ഇങ്ങോട്ട് കൊണ്ടുവന്നു. അലമാര മോത്തിലാൽ എണീറ്റിട്ട് ഇങ്ങോട്ട് തുറന്നിട്ട് മോത്തിലാൽ നോക്കും. എന്താ? ബ്രിട്ടീഷ് ഗവർണർ അത്ഭുതപ്പെട്ടു പോയി. നോട്ടിന്റെ കെട്ട് അട്ടിയായി വെച്ചിട്ടുണ്ട്. അന്ന് 100 റുപ്യക്ക് ഒരു ജില്ല മുഴുവനും വാങ്ങാവുന്ന കാലമാണ് അക്കാലം. മോത്തിലാൽ എന്ത് ചെയ്തു എന്നാൽ ഈ നോട്ടിന്റെ കെട്ടുകൾ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഈസി ആയിട്ട് നെരിപ്പോടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കത്തിച്ച് വർത്തമാനം പറഞ്ഞു. വിറകടാ. നോട്ടിന്റെ കെട്ട് ഇങ്ങനെ എടുത്തിട്ടു. ബ്രിട്ടീഷ് ഗവർണർക്ക് ബേജാറായി. എന്തായി കാണുന്നത്? സംഭാഷണം അവസാനിച്ചപ്പോൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഇനിയുണ്ട്. ഇന്ത്യ വിലക്ക് വിൽക്കുമോ എന്ന് വൈസ്രോയോടൊന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ മൊത്തം ഇന്ത്യ വിലക്കെടുത്തോളാം. അത്ര വലിയ മുതലാളിയിരുന്നു ഈ ഇന്ദിരാഗാന്ധിയുടെ വലിയച്ഛൻ മോത്തിലാൽ. എന്നിട്ട് എവിടെ ആളെവിടെ? കഴിഞ്ഞല്ലോ. ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കവികൾ ഉണ്ടായിരുന്നു. ഇവിടെ പണക്കാരുണ്ടായിരുന്നു. ഇവിടെ വൈസ്രോയിമാരുണ്ടായിരുന്നു. ഇവിടെ രാജാക്കൾ ഉണ്ടായിരുന്നു. ഇവിടെ മാനം മുട്ട വളർന്ന സ്ഥാനമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നിലനിന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് നിലനിൽക്കുക? അവരെല്ലാം ഒന്നിരിക്കൽ അള്ളാന്റെ ഒളബിലേക്ക് പോയി, അല്ലെങ്കിൽ അള്ളാന്റെ ഇറുവാനിലേക്ക് പോകാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. ഞാൻ ഇത് പറയാന്നുള്ളതാണ് ഈ പ്രഭാഷണത്തിന്റെ ഒരു മർമ്മം. അത് നമുക്ക് അള്ളാനെ പൊരുത്തം കിട്ടണം. ദുനിയാവിനെ സാരവൽക്കരിക്കണം. ദുനിയാവ് അനുഭവിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. ചിന്തിക്ക്. മക്കൾ ഉദ്യോഗസ്ഥന്മാരാകുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. മക്കൾ വിദ്യാഭ്യാസം പഠിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. പക്ഷെ അതിനേക്കാൾ വലുതാണ് അവരുടെ പരലോക ജീവിതം എന്ന് ചിന്തിക്കണം. മദ്രസ പ്രസ്ഥാനം തന്നെ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു. 400-500 കുട്ടികൾ പഠിച്ചിരുന്ന മദ്രസകളിൽ ഇന്ന് കുട്ടികളില്ല. എന്നെ മദ്രസയുടെ വാർഷികത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, മലപ്പുറം ജില്ലയിൽ. അപ്പൊ സ്വാഭാവികമായും പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സംഘാടകരിൽ പ്രധാനികളോട് ചോദിക്കും, എന്താ ഇവിടെ പറയേണ്ടത്? ഇത് തങ്ങൾ പറഞ്ഞിട്ട് പറയല്ലട്ട, ഞാൻ അങ്ങനെ വിചാരിക്കണ്ട. ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് തങ്ങളിനോട് നമ്മൾ ഉസ്താദ് ഇന്നലെ ദർസിന്റെ പ്രാധാന്യം മൗലിദ് റബീഉൽ അവ്വലൊക്കെ ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഉസ്താദിന്റെ സൗകര്യം പോലെ ചെയ്ത് പറഞ്ഞോളൂ
എന്ന് തങ്ങൾ സമ്മതം തന്നത് കൊണ്ടുകൂടി ഞാൻ ആ സ്വാതന്ത്ര്യം എടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? മനസ്സിലാവണില്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ഒരു മദ്രസയുടെ വാർഷികത്തിന് ഞാൻ പോയി. അപ്പൊ സെക്രട്ടറിയോട് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, അല്ല എന്താ ഇവിടെ പറയണ്ടേ? അപ്പൊ അയാൾ പറഞ്ഞേ, എന്തു പറഞ്ഞാലും വേണ്ടിയില്ല ഉസ്താദെ, മദ്രസയിൽ തീരെ കുട്ടികളില്ല, അതുകൊണ്ട് അത് കാര്യമായിട്ട് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞേ, മദ്രസയിൽ കുട്ടികളില്ലാത്തതിന് മനുഷ്യന്മാരോട് ചൂടായിട്ട് എന്താ കാര്യം? പെണ്ണുങ്ങൾ പ്രസവിക്കുന്നുണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് അവസാനം നമുക്ക് പെണ്ണുങ്ങൾക്കൊക്കെ വയറ്റിലുണ്ടായിട്ട് പ്രസവിക്കാൻ വേണ്ടി ഒരു യാസീനോട് ദ്വാർക്കാം. അതല്ലാതെ ഇപ്പോ മദ്രസയിൽ കുട്ടികളില്ലാത്തതിന് ചൂടായിട്ട് എന്താ കാര്യം? വയറ്റിലുണ്ടായ കുട്ടികളുണ്ടാവൂലേ, കുട്ടികളുണ്ടായ മദ്രസയിൽ എത്തൂലേന്ന് ചോദിച്ചു. അപ്പൊ ഒരു സൈക്കിൾ വന്ന് വീണത് ചെറിയ സെക്രട്ടറി എന്നോട് പറയാണ്, പള്ളേരൊക്കെ ഉണ്ടാവുന്നുണ്ട്, പ്രസവിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെ എവിടെ വെച്ചു? കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോവാണ്. ഇതാണ് ഇന്നത്തെ മാപ്പിള. എവിടെ നന്നാകാനാണ്? ഇതൊക്കെ ഒരു നാടകമാണ് മനുഷ്യന്മാരെ. അത് ഞാൻ അതിനത്രയും മനസ്സിലാക്കുന്നുള്ളൂ. ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇതൊന്നും മനുഷ്യന്മാർക്ക് തട്ടുന്നില്ല. ഇടക്കിടക്കൊക്കെ മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങി ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കേൾക്കാനുള്ളൊരു ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ വയറുണ്ടാക്കും. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും 4 അക്ഷരം പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്തൊരു സോക്കട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയും ചെയ്യും, നിങ്ങൾ കേൾക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ, അത്രേ അതിനർത്ഥമുള്ളൂ. ചിന്തിക്ക്. വയറ് പറയേണ്ട ആവശ്യമല്ല, വയറ് കേൾക്കേണ്ട ആവശ്യമല്ല. ലോകത്ത് വയറ് ഏറ്റവും കുറഞ്ഞു കേട്ട ആളുകൾ അസ്ഹാബ് റസൂലില്ല. അവരെ ഉസ്താദ് കാന ഖലീലുൽ കലാമി, വളരെ കുറച്ച് വർത്താനം പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? വയറ് കേട്ടിട്ട് നന്നാവുകയാണെങ്കിൽ നമ്മൾ നന്നാണ്. വയറിലല്ലാത്ത ഒന്നുമില്ല. എപ്പോഴും വയറ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു സാധനത്തിന് നിങ്ങൾ കണ്ടില്ലേ, മേശന്റെ മേലെ കയറ്റി നിർത്തിയിട്ടുള്ളത്. നീ മൂപ്പര് ഇതിപ്പം പിടിച്ചെടുക്കും. ഇത് പിടിച്ചിട്ട് മൂപ്പര് നേരെ എന്ത് ചെയ്യും? അങ്ങോട്ട് മേലക്കണ് കയറ്റി കഴിഞ്ഞാൽ ഇലായോ ഇസ്രാഫിൽ ഊതുന്നത് വരെ ഇതിനെ മയക്കാൻ കഴിയില്ല. ഇനി അത് ഇങ്ങനെ കേൾക്കും ആളുകൾ. കേട്ടിട്ട് നന്നാവുകയാണെങ്കിൽ മൈക്കക്കാര് അള്ളാന്റെ ഔലിയാക്കന്മാരായി മാറും. ചിന്തിക്ക്. മൈക്കക്കാർക്ക് കേൾക്കല്ലാത്തൊരു പരിപാടിയില്ല. ഇന്ന് സുന്നി പറഞ്ഞത് കേൾക്കും, നാളെ മുജാഹിദ് പറഞ്ഞ കേൾക്കും, മറ്റന്നാൾ തബ്ലീഗ് പറഞ്ഞ കേൾക്കും. ഫുള്ള് ഇവർക്ക് കേൾക്കുന്ന പണിയാണ്. നെടുക്കാലം വരെ ഒരു മൈക്കക്കാരൻ ഔലിയ പാപ്പയായിട്ടില്ല. ഒരുത്തനല്ല മൈക്കും കൊണ്ടുവരുന്ന അവസാനം ഔലിയായി. എൻ്റെ ഇപ്പം ഔലിയായെന്ന് വെച്ചപ്പോൾ പറയോ, കുറെ കാലം മൈക്കും കൊണ്ടുവരുന്നു, പിന്നെ കോലൊക്കെ മാറി, പിന്നെ വലിയ ദിക്കറും സലാത്തും ഒക്കെ ആയിട്ട് അത് വലിയ ആളായി. മൊയ്തീൻ ശേഖനെ കോലൊക്കെ വലിയ ആളായി. എൻ്റെ മൈക്കും കൊണ്ടുവരുന്നത് വയറ് കേട്ടിട്ട് നന്നാവുകയാണെങ്കിൽ മൈക്കക്കാരുണ്ടാവും. ചിന്തിക്ക്. മൈക്കക്കാർ നാശയിക്കണമെന്ന് ഈ പറഞ്ഞതിന് മേനല്ല, നന്നായിക്കണമെന്നും ഈ പറഞ്ഞതിന് മേനല്ല, രണ്ടുമില്ല. നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് ഈ ദുനിയാവ് നിസ്സാരാണ്, ആഖിറം വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കാതെ മൂല്യരും നന്നാവൂല, ഉസ്താദും നന്നാവൂല, മൈക്കക്കാരും നന്നാവൂല, സെക്രട്ടറി നന്നാവൂല, പ്രസിഡന്റ് നന്നാവൂല, ഓരോ നന്നാവൂല. നമുക്ക് ഈ ലോകം നിസ്സാര മനസ്സിലാവണം. നിസ്സാരാണ്. ഉമ്മിനെ ചിന്തിക്കണം. ചിന്തിക്ക്. എല്ലാം വേണം, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് മതി സ്വർഗം, അള്ളാന്റെ പൊരുത്തം. وضرب الله مثلا للذين آمنوا امرأة فرعون. يا الله, ഒരു കൊല്ലം വഴന്നു പറഞ്ഞാലും അത് തീരൂല. യാ അല്ലാഹ്, എന്തൊരു വാക്കാണത്. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. മുഅ്മിനേ, ഈമാന്റെ ഉദാഹരണം ഫിർഔന്റെ ഭാര്യയാണ്. യാ അല്ലാഹ്, ആസിയാന് പോലും ഖുർആൻ പറഞ്ഞില്ല. ആസിയാന്ന് പറയാൻ 4 അക്ഷരം മതി. ഇംറഅത്തു ഫിർഔൻ എന്ന് പറയാൻ 8 അക്ഷരം മതി. ചിന്തിക്ക. 4 അക്ഷരം പറയേണ്ട അടുത്ത് ഖുർആൻ 8 അക്ഷരം പറഞ്ഞു. എന്തേ? മൂജസായ കലാമാ ഖുർആൻ. ഇനി എഡിറ്റ് ചെയ്യാനില്ലാത്തൊരു കിതാബാണ് ഖുർആൻ. ആസിയ എന്ന് പറഞ്ഞൂടെ? അല്ലാഹു തആല എന്തേ ആസിയ എന്ന് പറഞ്ഞാൽ കിട്ടാത്തൊരർത്ഥം ഇംറഅത്തു ഫിർഔൻ എന്ന് പറഞ്ഞാൽ കിട്ടും. അവിടെ എല്ലാം ഈ പദത്തിന്റെ ഉള്ളിലുണ്ട്. ഇംറഅത്തു ഫിർഔൻ ഈമാൻ ഉദാഹരണം ഫറോവയുടെ ഭാര്യയാണ്. ചിന്തിക്ക്, 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 ചിന്തിക്ക്. ഉമ്മിനെ ചിന്തിക്കണം.
ഈമാന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആരാ? കണ്ടെടുത്ത് മുഴുവനും സ്വീകരണം കിട്ടുന്ന ഇന്നെ പോലെയുള്ള ആളുകളല്ല. എവിടെയും സ്വീകരണം, എവിടെയും അംഗീകാരം. ഇന്ന് ഈ വയറിൽ ഇവിടെ സ്വീകരണം, നാളെ മറ്റേ വയറിൽ അവിടെയും സ്വീകരണം. ഇതല്ല ഈമാന്റെ ഉദാഹരണം. അത് നമ്മളെ മുമ്പിൽ നിങ്ങൾ പെടുത്തട്ടെ. പക്ഷെ ആരാ ഈമാന്റെ ഉദാഹരണം? സത്യത്തിൽ മറിയം ബീവിയെ പോലും ഇവിടെ പിന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ഇവിടെ മറിയം ബീവിയെ പിന്നിലേക്ക് തള്ളിയിട്ട് ആസിയ ബീവിയെ മുന്നിലേക്ക് കയറ്റി. എന്തുകൊണ്ട്? ആസിയയുടെ ത്യാഗം എന്ന നിലയിൽ മറിയമിനില്ല. മറിയം ബീവി വലിയ മതി തന്നെയാണ്. പക്ഷേ ഫിറഔൻ, നിങ്ങൾ ചിന്തിക്കണം, എന്താണ് സാഹചര്യം എന്ന് ആലോചിക്കണം മുഅ്മിനീങ്ങളെ. മറിയമിന് ത്യാഗമില്ല എന്നല്ല, ഉണ്ട്. പക്ഷെ മറിയമിനെക്കാൾ ഇവിടെ റളിയല്ലാഹു അൻഹാ മുന്തിച്ചത് ആസിയ ബീവിയാണ്. എന്താ സാഹചര്യം? BC 14-ാം നൂറ്റാണ്ടിലെ റാംസസ് രണ്ടാമന്റെ ഭാര്യയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹാ. എന്തായിരുന്നു ഫിറഔൻ എന്ന് പറഞ്ഞാൽ, യാ പടച്ചമ്പുരാനെ, അത് ഒരു ദിവസം കൊണ്ടോ 100 ദിവസം കൊണ്ട് പറഞ്ഞാൽ കഴിയില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഫിറഔനൊക്കെ ഒരു വിഡ്ഢിയെന്ന. ഒരിക്കലുമല്ല. ഇപ്പോഴാണ് ഞാൻ ഈജിപ്തിൽ കുറെ തവണ പോയി അതേപ്പറ്റി ഗൗരവമായി പഠിച്ചു നോക്കുമ്പോൾ എനിക്കത് ഇനിയും പഠിക്കണമെന്ന് തോന്നുക. ഇനിയും എനിക്ക് തോന്നുന്ന അവരെ വിദ്യാഭ്യാസം, എന്താ വിദ്യാഭ്യാസം! ഫിറഔന്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിദ്യാഭ്യാസമാണ്. ഫിറൗൻ വിദ്യയല്ല, ഭയങ്കര വിദ്യാഭ്യാസം. എന്താ നിങ്ങൾ ഫിറൗൻ ചെയ്തു വെച്ച സംഭവം എന്താണ് വിചാരിച്ചത്? ഫിറൗന്റെ ഖൂഫുവിയുടെ പിരമിഡ് 30 ലക്ഷം കല്ലുകളാ. ഈ കല്ലുകളുടെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് ഇന്ന് നടക്കൂല. ഒരു ക്യൂബിക് മീറ്റർ ആക്കിയിട്ട് ഈ ഖൂഫുവിന്റെ പിരമിഡിനെ വെട്ടിപ്പൊളിച്ചിട്ട് ക്യൂബിക് മീറ്റർ ആക്കി സ്റ്റോൺസിനെ ക്യൂബിക് മീറ്റർ ആക്കി മാറ്റിയാൽ ഭൂമിയെ 2 ഭാഗവും എത്തിക്കാൻ ഇക്കല്ല് മതിയാകുമെന്ന് ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചു. അതിൽ ഒരു വിളക്കി ചേർക്കലില്ല, കല്ലിനെ കല്ലിലേക്ക് കയറ്റി വെച്ചിരിക്കുക. എന്താ അവരുടെ എഞ്ചിനീയറിങ്! സാധാരണ കല്ല് 8 ടണ്ണാണ്, ചീള് വെച്ച കല്ല് 2.5 ടണ്ണാണ്, വലിയ കല്ല് 15 ടണ്ണാണ്. അങ്ങനെ 30 ലക്ഷം കല്ലുകൾ. അതിനിടയിൽ സിമന്റ് ഇല്ല, ഇങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുക. എന്താണ് ആ എഞ്ചിനീയറിങ്? അതിന്റെ ഉള്ളിലാണ് ഫറോവയുടെ ജഡം കൊണ്ടുപോയി വെക്കുക. ഈ ജഡം 4000-5000 കൊല്ലം കഴിഞ്ഞിട്ടും കേടുവരാത്ത തേന് അതിൽ പാതിച്ചിട്ടുണ്ട്. അത്ര മിതശീതോഷ്ണാവസ്ഥ. എവിടെയാണ് ഖൂഫുവിന്റെ പിരമിഡ്? ഖൂഫുവിന്റെ പിരമിഡ് സഹാറ മരുഭൂമിയിലാണ്. സഹാറ മരുഭൂമിയെ പോലെ ചൂടുള്ള സ്ഥലം ലോകത്തില്ല. എന്നിട്ടും അത് അവർ മിതശീതോഷ്ണാവസ്ഥയിൽ നിലനിർത്തിയെങ്കിൽ അവരെ കരുത്തത്രയാ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു വിഡ്ഢിയായ ആളാണ് ഫിറഔൻ. അല്ല, ഭയങ്കര വിദ്യാഭ്യാസമാണ്. അതായത് ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലുള്ള സാധനങ്ങളെ എടുത്തിട്ട് പുറത്താക്കിയിട്ട് ചില പ്രത്യേക പച്ച മരുന്നുകളെ കണ്ടെത്തിയിട്ട് അവരെന്ത് ചെയ്യും? അതിൽ ഈ ബോഡിയെ എങ്ങോട്ട് അവർ പാക്ക് ചെയ്യും, എന്നിട്ട് കൊണ്ടുപോയിട്ട് വെക്കുക. ഇത് 1000കണക്കിന് കൊല്ലം കഴിഞ്ഞാലും ഈ ബോഡിക്കൊന്നും പറ്റില്ല. അത്രയും കരുത്തുള്ള പച്ചമരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അവര്. ഇന്ന് നമുക്ക് കഴിയാൻ കഴിയില്ല. ഇന്നത്തെ മനുഷ്യന് പറഞ്ഞാൽ കഴിവ്, ഫിസിക്കലായി മനുഷ്യന് കഴിവ് കുറഞ്ഞു വരികയാണ്. ഇന്ന് മനുഷ്യന്റെ കഴിവാണ് ഉപകരണത്തിന്റെ കഴിവാണ്. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ഇന്ന് എന്നാലേ ഡോക്ടറോട് പനിയുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം പറയും, ഡോക്ടർ നിങ്ങൾ മൂത്രം പരിശോധിച്ചാൽ എന്നറിയും. പിന്നെ പറയും, പിന്നെ ഒരു ലെവലായിട്ടില്ലെങ്കിൽ പറയും, 2 ദിവസം കഴിഞ്ഞാൽ പറയും ഞങ്ങൾ മല ഒന്ന് പരിശോധിക്കുന്ന അറിയും, പിന്നെ രക്തം ഒന്ന് പരിശോധിക്കുന്ന അറിയും, പിന്നെ ഞങ്ങൾ MRI ചെയ്താലെന്ന് അറിയും. ചുരുക്കത്തിൽ ഡോക്ടർക്ക് എന്താ പണി? ഒരു 25 കൊല്ലമുള്ള ഡോക്ടർ, 35 കൊല്ലം 40 കൊല്ലമുള്ള ഡോക്ടർക്ക് ഈ രക്തം പരിശോധിക്കുന്ന പരിപാടി അന്ന് തുടങ്ങിയിട്ടേ ഇല്ല. അയാൾ ഇങ്ങനെ ഒന്നിങ്ങനെ നോക്കൂ, ഒന്നിങ്ങനെ നോക്കൂ, ഒന്നിങ്ങനെ നോക്കൂ, ഒന്നിങ്ങനെ നോക്കൂ, ഒന്നിങ്ങനെ നോക്കൂ, ഒന്നിങ്ങനെ നോക്കൂ, അന്നിങ്ങനെ നോക്കൂ. എന്നിട്ട് പറയും തൽക്കാലം മരുന്ന് എഴുതുന്നില്ല, ഒരു 48 നാഴിക കഴിഞ്ഞോട്ടെ എന്ന് പറയും. 48 നാഴിക കഴിയില്ല, അപ്പോഴത്തേന് ആള് പരലോകത്തേക്ക്. ഇത് സത്യമല്ലേ? അതല്ല ഡോക്ടർ, അതിനാ ഡോക്ടർ എന്ന് പറയാം. ഇന്നത്തെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്ത ആളാണ്.
ഒക്കെ കഴിവില്ലാത്തവരാ. മനുഷ്യന് കഴിവ് കുറഞ്ഞ് വരികയാണ്. പിന്നെ നമ്മൾ അഹങ്കാരം കൊണ്ട് നമ്മളത് അംഗീകരിക്കൂല. ഇന്ന് മനുഷ്യന് ഫിസിക്കലായി കഴിവ് കുറഞ്ഞേ വരികയാണ്. അങ്ങനെയാണ്. ഫറോക്കിലുണ്ടായിരുന്നു കുട്ടൻ നമ്പീശൻ എന്നൊരു അഷ്ടവൈദ്യൻ. അയാളുടെ അടുത്തേക്ക് ഒരു എന്താ ചെയ്യുക, പുറം വേദനയായിട്ട് ഒരാളെ കൊണ്ടുവന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു മരുന്ന് എഴുതി കൊടുത്തു. കുട്ടൻ നമ്പീശൻ പഴയ അഷ്ടവൈദ്യനാണ്. 40 ദിവസം കുടിച്ചോളൂ എന്ന് പറഞ്ഞു. 40 ദിവസം കുടിച്ചിട്ടും പുറം വേദന മാറി. അപ്പോൾ പറഞ്ഞു, അഷ്ടവൈദ്യത്തിൽ വേറെ മരുന്നില്ല, നിങ്ങൾ പഥ്യം തെറ്റിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പഥ്യം തെറ്റിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വേറെ മരുന്നില്ല, അതെന്നെ ഒന്നും കൂടെ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 40 ദിവസം പിന്നെയും കുടിച്ചു, പുറം വേദന മാറിയില്ല. അപ്പോൾ കുട്ടൻ നമ്പീശൻ പറഞ്ഞു, അഷ്ടവൈദ്യപ്രകാരം നിങ്ങൾക്കിപ്പോൾ രോഗമില്ലല്ലോ. അയാൾ പറഞ്ഞു, എനിക്ക് പുറം വേദന ഉണ്ട് എന്നാണ്. എന്നാൽ പിന്നെ നിങ്ങൾ എന്ത് വില കിടക്കാറുള്ളത്, പായലാണോ കട്ടിലാണോ എന്ന് ചോദിച്ചു. ഞാൻ കട്ടിലാണെന്നാണ്. എന്നാൽ കട്ടിലിൻ്റെ ഒരു കഷ്ണം കൊണ്ട് മുറിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. കട്ടിൻ്റെ ഒരു കഷ്ണം മുറിച്ചു കുട്ടൻ നമ്പീശൻ കൊടുത്തു. കുട്ടൻ നമ്പീശൻ അതൊന്നും ഇങ്ങനെ നോക്കിയിട്ട് ഒന്ന് വാസനിച്ച് പറഞ്ഞു, ഹേ ഇത് ചേരല്ലടോ, ചേരുമ്മ കിടന്നാൽ ആർക്കോടോ പുറം വേദന ഇല്ലാതിരിക്കുക, നിങ്ങൾക്കൊരു ദീനമില്ല, കട്ടിലങ്ങോട്ട് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. ഇതിനാണ് ഇപ്പം ഇന്ന് MRI സ്കാൻ ചെയ്യുക, എന്നിട്ട് ബാക്കിയാ എന്നാൽ അവസാനം കീമോ ചെയ്തിട്ട് കുഴിച്ചിടം തരും. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. മനുഷ്യന് കഴിവ് കൂടിയിരിക്കല്ല, മനുഷ്യന് കഴിവ് കുറഞ്ഞിരിക്കുക. നിങ്ങളിത് ചിന്തിച്ചു നോക്ക്. ആസിയ ബീവിയുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ആയിരുന്നു അവർ നടത്തിയിരുന്നത്. അക്കാലത്തെ ആളുകളുടെ കഴിവ് ഭയങ്കര. ആ നാട്ടിൽ എല്ലാവിധ ഈ ആധുനികം എന്ന വാക്കിന് ഒരു മാനയില്ല. നമ്മൾ പറഞ്ഞാൽ നമ്മളാണ് ആധുനികന്മാർ. ഇങ്ങനൊരു 50 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഭൂമി ഉണ്ടാവുകയാണെങ്കിൽ അന്ന് നമ്മളെ പറ്റി പറയാ പഴഞ്ചന്മാരെന്നാണ്. ചിന്തിക്ക്. അപ്പോൾ ഫിറഔന്റെ കാലത്തെ ആധുനികന്മാര് അവരാ. എന്താണ് അവരുടെ കഴിവ്? അവരുടെ നടുവിലാണ് ആര്? ആസിയ ബീവി. എന്നാ ആസിയ ബീവിയോ, ഇവർക്ക് എന്താ പണി? കള്ളുടിക്കുക, നേരം വിളിക്കുന്നവരെ കളിക്കുക, വ്യഭിചരിക്കുക, നഗ്നകളും അർദ്ധനഗ്നകളുമായി നൈൽ നദിക്കരയിൽ കളിക്കുക. നഗ്നകളും അർദ്ധനഗ്നകളുമായി. വ്യഭിചാരം കുറ്റമല്ല, മദ്യപാനം കുറ്റമല്ല. ലോകം കണ്ട വിദ്യാഭ്യാസമുള്ളവർ അവരായിരുന്നു. അവര് കണ്ടുപിടിച്ചതല്ലേ പാപ്പിറസിനെ. ലോകത്താദ്യമായി എഴുത്താണ് ഉപയോഗിച്ചതാരാ? ഫിറൗന്മാര്. എഴുത്താണ് ഉപയോഗിച്ച ഫിറൗന്മാരാ. ലോകത്താദ്യമായി എഴുത്താണ് ഉപയോഗിച്ച ഫിറൗന്മാരാ. ഫിറൗന്മാർ നെയിൽ നദിക്കരയിലുള്ള പാപ്പിറസ് എന്നൊരു ചെടിയെ അരിഞ്ഞ് എടുത്തിട്ട് അതിന്റെ ചോറ് കളഞ്ഞിട്ട് അവർ പുഴുങ്ങിയിട്ട് അതിന് അവർ പത്തിരി പരത്തുന്നത് പോലെ പരത്തിയിട്ട് ഉണക്കും. എന്നിട്ട് അവർ എഴുത്താണ് വെച്ച് എഴുത്തും. അങ്ങനെയാണ് ലോകത്താദ്യമായി എഴുത്തും കടലാസുകൾ ഉണ്ടായത്. പാപ്പിറസിനെ അനുസ്മരിച്ചത് കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കടലാസുകൾക്ക് പേപ്പർ എന്ന് പേര് വന്നത്. അല്ലാതെ പേപ്പർ എന്നത് ഇംഗ്ലീഷായ വാക്കല്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത് മനസ്സിലായില്ലേ? ലോകത്താദ്യമായി പേപ്പർ ഉപയോഗിച്ചത് ആരാ? ഫിറോമാര്. അവരുടെ ഭാര്യയാണ് ആര്? ഫിറോന്. ഈ ആസിയാണ് ആദം നബി പറയുന്ന വാക്ക് പറയുന്നത്. അപ്പോൾ അവരുടെ ഭാഷയിൽ ഏറ്റവും വലിയ പഴഞ്ചൻ ആരാണ്? അവരുടെ ഫിറോനന്മാരുടെ ഭാഷയിൽ ഏറ്റവും പഴഞ്ച സ്ത്രീയാണ് ആര്? ആസിയ. ആസിയ പറയണത് വല്യാപ്പയായ ആദം പറഞ്ഞ വർത്താനാണ്. അത് ഇന്നത്തെ കാലത്തോട് യോജിക്കൂല എന്ന് അവർ പറയണത്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? അവരെന്താ പറയണത്? ഇന്ന് എവിടെത്തി? കാലം പുരോഗമിച്ചില്ലേ ആസിയ? ഈ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കണ്ടേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എഞ്ചിനീയറൊക്കെ ഇപ്പോഴാ തുടങ്ങിയത്? അയ്യേ, ലോകം കണ്ട എഞ്ചിനീയർമാരവരാണ്. എന്താണ് അവരുടെ കരുത്ത്? എന്താണ് അതിന്റെ കരുത്ത്? എന്ത്? 13 ഏക്കറയിലാണ് ഈ 30 ലക്ഷം കല്ലുകൾ അടുക്കി വെച്ചിട്ട് ഇന്ന് വരെ ആ കല്ല് അങ്ങനെ നിൽക്കുക. കൊല്ലത്ര കഴിഞ്ഞ് BC 14-ാം നൂറ്റാണ്ടിലാണ് ഫിറൗൻ ചാവുന്നത്. ഇത് AD 21-ാം നൂറ്റാണ്ടാ. കൂട്ടിനോക്ക് എത്രയായി? 3500 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണിത്. അവരെ കരുത്തത്രേ. നിങ്ങൾ ചിന്തിക്ക്. വൈകുന്നേരം വലിയ വലിയ പരീക്ഷണങ്ങൾ നടത്തും. വലിയ വലിയ വൈദ്യന്മാർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എഴുത്താണുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അവരിൽ ഉണ്ടായിരുന്നു. സൂയസ് കനാല് വെട്ടാൻ ആദ്യമായി തീരുമാനിച്ചത് ഫിറൗനാണ്. സൂയസ് കനാൽ വെട്ടാൻ. സൂയസ് പട്ടണത്തിന്റെയും മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെയും ഇടയിൽ 192 കിലോമീറ്ററാണ്. ഈ 192 കിലോമീറ്ററിൽ കനാല് വെട്ടിയാൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ വന്നിട്ട് ഇങ്ങനെ യൂറോപ്പിലെ ചരക്കുകൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്താൻ മെഡിറ്ററേനിയൻ സമുദ്രവും കടന്ന് അറ്റ്ലാന്റിക് കടന്നിട്ട് 1000 കണക്കിന് കിലോമീറ്റർ
ചുറ്റേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് നേരെ സൂയസ് പട്ടണം മുതൽ ചെങ്കടലിനെ അവിടെ ഒരു ഉൾക്കടലുണ്ട്. സൂയസ് പട്ടണത്തിൽ അവസാനിക്കുന്നതിന് സൂയസ് ഉൾക്കടൽ എന്ന് പറയും. സൂയസ് ഉൾക്കടലിൽ നിന്ന് 192 കിലോമീറ്റർ ആണ് മെഡിറ്ററേനിയനിലേക്ക്. ഈ മെഡിറ്ററേനിയന്റെയും സൂയസ് ഉൾക്കടലിന്റെയും ഇടയിൽ കനാല് വെട്ടാൻ ആദ്യമായി ഉദ്ദേശിക്കുന്നത് ആരാ? ഫിറഔനാണ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ അവിടെ എഞ്ചിനീയറിംഗ് എത്രയാണ്? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? കഴിവെത്രയാ? അതാണ് പിന്നീട് AD 1859 ഫ്രഞ്ചുകാരുടെ സഹായത്തോടു കൂടി AD 1859 ഇസ്മായിൽ പാഷ കൊണ്ടുവരുന്ന ഈ സൂയസ് കനാല് 19-ാം നൂറ്റാണ്ടിലാണ് അത് പ്രാവർത്തികമാക്കുന്നതെങ്കിൽ BC 14-ാം നൂറ്റാണ്ടിന് മുമ്പേ ഫിറോന്മാർ മെഡിറ്ററേനിയന്റെയും സൂയസ് കനാലിന്റെയും ഉൾക്കടലിന്റെയും ഇടയിൽ സൂയസ് കനാൽ വെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് എത്രയായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. വളരെ ചിന്തിക്ക്. അതിന്റെ കൂട്ടത്തിൽ ഒരു പെണ്ണ്, ആ പെണ്ണ് ഈ കൂട്ടത്തിലൊന്നുമില്ല. ആ പെണ്ണിന് എഞ്ചിനീയറിംഗിനേക്കാൾ വരുന്നില്ല. വാന നിരീക്ഷണ ശാസ്ത്രങ്ങൾ അവരുണ്ടാക്കി. ആദ്യമായി ഗോപുരം ഉണ്ടാക്കിയതാരാ? ഇന്ന് ലോകത്ത് വലിയ വലിയ ഗോപുരങ്ങളുണ്ട്. വലിയ വലിയ ചാഞ്ഞു നിൽക്കുന്ന പിസ ഗോപുരം, ഈഫൽ ടവർ, ദുബായിലുണ്ട് വലിയ ടവർ, വലിയ ടവർ, വലിയ വലിയ ടവറുകൾ ഉണ്ടാക്കിയത്. ഇപ്പൊ മനുഷ്യന്റെ ഒരു അഹങ്കാര ടവർ, വലിയ വലിയ ടവറുകൾ ഉണ്ട്. ലോകത്ത് ആദ്യമായി ടവർ ഉണ്ടാക്കിയതാരാ? എനിക്കൊരു ടവർ നിർമ്മിച്ചുതാ. ഹമാനെ പ്രധാനമന്ത്രിയാ, ഫിറഔന്റെ പ്രധാനമന്ത്രിയാ. ഹമാൻ പ്രൈം മിനിസ്റ്ററാ. ആരുടെ? റാംസസ് രണ്ടാമന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ഹമാൻ. യാ ഹമാൻ, ഹമാനെ ഇബ്നുൽ ഇസ്റഹ, നീ എനിക്കൊരു ഗോപുരം കെട്ടിത്താ. ലഅല്ലി അത്ലഉ ഇലാ ഇലാഹി മൂസ. ഇന്നിപ്പോ ഗോപുരം ഉണ്ടാക്കുന്ന തിരക്ക. ദുബായിലുണ്ട് ഒരു ഗോപുരം. ദുബായിക്കാർ അപ്പോൾ ഇത് അബുദാബിക്ക് വിറ്റു. ഇപ്പോൾ ബുർജ് ഖലീഫ ആണ് അതിന്റെ പേര്. ദുബായ് പോയവരൊന്നും ഇവിടെ ഇല്ലേ? ബുർജ് ഖലീഫ കണ്ടവരൊന്ന് കൈയോക്കി ആരെങ്കിലും ഒന്ന് പറയും മനുഷ്യന്മാർ. അൽഹംദുലില്ലാഹ് ഇല്ലേ? ലോകത്ത് ആദ്യമായി ഇപ്പോഴുണ്ട്. എല്ലാ നാടുകളും പല പല നാടുകളുണ്ട് ഇപ്പോൾ വലിയ ഗോപുരങ്ങളുണ്ട്. ഗോപുരം ഇന്ന് മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ പ്രതീക. ലോകത്താദ്യമായി ഗോപുരം ഉണ്ടാക്കിയതാരാ? ഇന്നത്തെ എഞ്ചിനീയർ അല്ല ഞങ്ങതി. ആദ്യമായി ഗോപുരം ഉണ്ടാക്കുന്ന ഫിറഔൻ. കഴിവത്രയാ. അതിലൊരു പെണ്ണ്, ആ കൊട്ടാരത്തിലെ പെണ്ണ് അതിസുന്ദരി, പക്ഷെ പഴഞ്ചൻ. എന്താ പഴഞ്ചൻ? പഴഞ്ചൻ ആദം ബാപ്പ പറഞ്ഞ വർത്താനം ഇപ്പെണ്ണും പറയുന്നത്. അതവർക്ക് ഇഷ്ടല്ല. ആദം ബാപ്പയുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ കാലമാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അപ്പൊ കുറച്ചൊക്കെ ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കേണ്ടി വരും. ഇപ്പൊ നമ്മളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കുറച്ച് പെണ്ണുങ്ങൾ വാങ്ങി കൊടുക്കണമൊക്കെ നമ്മൾ ഒപ്പിച്ച് നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല. വർത്താനം പറയേണ്ട ആവശ്യം. ഞങ്ങൾ മുസ്ലിംമാരെ അണ്ണാക്ക് പൊട്ടിപ്പോകാൻ അല്ലാതെ ഒരു കാര്യമില്ല. ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു. എനിക്ക് അണ്ണാക്കിന് ഇന്നലെ ഒരു വേദന ഉണ്ട്. തങ്ങളെങ്ങാനും എന്നോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞാൽ പഠിച്ചവനെ എന്ന് ഓതാൻ വയ്യല്ലോ. എനിക്ക് എന്തോ ഭാഗ്യത്തിന് എന്നോട് തങ്ങളെ ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞില്ല. ഉണ്ടെങ്കിൽ ഞാൻ പെടും. സത്യത്തിൽ ഇന്ന് എനിക്ക് അണ്ണാക്കിനൊരു ചെറിയ വേദന ഉണ്ട്. ഞങ്ങൾക്ക് വൈകുന്നേരം ആയാൽ അണ്ണാക്ക് പൊട്ടിക്കാനല്ലാതെ ഇതിലൊരു കാര്യം ഉണ്ടാവില്ല. മനുഷ്യന്റെ കാഴ്ചപ്പാട് നന്നാവണം. അതിന് കാഴ്ചപ്പാട് അങ്ങനെയാണ്. മറ്റൊരൊക്കെ കണക്കാണ്. ഇപ്പൊ ഒരു നാട്ടിൽ ചില നാടുകളുണ്ട്, അവർ വേളുണ്ടാക്കുന്ന ആളുകൾ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഗാനമേള ഉണ്ടാക്കും. ഒറ്റ കമ്മിറ്റിയാ. ചെറിയ വ്യത്യാസം ഉണ്ടാവും. വേളിൽ മാമു പ്രസിഡന്റും കോമു സെക്രട്ടറി ആയിരിക്കും. ഗാനമേളക്ക് കോമു പ്രസിഡന്റും മാമു സെക്രട്ടറി ആയിരിക്കും. ചെറിയ വ്യത്യാസം. ഇതാണ് ചെറിയ വ്യത്യാസം. ഇതിന് വേളിൽ മാമു പ്രസിഡന്റ് കോമു സെക്രട്ടറി, ഗാനമേളയിൽ കോമു പ്രസിഡന്റ് മാമു സെക്രട്ടറി. ആ കമ്മിറ്റിയല്ല, ആ കമ്മിറ്റിയല്ലേ വേളുണ്ടാക്കിയെന്ന്. ബഹളമക്കണ്ട. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് على ياسين حبيب الله توسلنا ببسم الله وبالهادي رسول الله لمجاهد الله وأهل البدر الله. صلاة الله
അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. പേടിക്കണ്ട പേടിക്കണ്ട, ആണുങ്ങൾ അവിടെ ഇരിക്കേ. അതിൻ്റെ ആളുകൾ നോക്കിക്കോളും. സാരല്ല 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 സാരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിക്കണ്ട പേടിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിഫ്ള് കൊണ്ട് നമ്മളെല്ലാവരും സംരക്ഷിക്കട്ടെ. ഹഫീളായ റബ്ബ് എല്ലാ ആപത്തിനെ തൊട്ട് നമ്മളെ സംരക്ഷിക്കട്ടെ. നമ്മുടെ സഹോദരിമാരെയും നമ്മളെയും കുട്ടികളെയൊക്കെ അല്ലാഹു സംരക്ഷിക്കട്ടെ.